ഏത് ഏത് അന്നെ ആര് പറഞ്ഞ്? സർക്കുലർ ഇറക്കിയിട്ടില്ല. ടോള് പിരിക്കുമെന്ന് പറഞ്ഞില്ല. സർക്കുലർ ഞാൻ ഇറക്കിയിട്ടില്ല. ഞാനല്ലേ LDF കൺവീനർ. ഏത്? ഞാനിത് മലയാള മനോരമയിലും മാതൃഭൂമിയിലും വന്ന വാർത്ത ഞാൻ വായിച്ചിട്ടുണ്ട്. വേറെ അതെല്ലാം പത്രത്തിലാണ് എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഞാൻ എല്ലാ പത്രവും ഞാൻ നോക്കിയിട്ടില്ല. ചാനലുകൾ എന്തെങ്കിലും ചർച്ച ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ. എൻ്റെത് ഞാനത് പറയാം, ഉത്തരം പറയാം. ഇതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കല്ല. എല്ലാറ്റിനും ഞാൻ പറയാം. ഓ ഉണ്ട്. ഞാൻ പറയാം. ഞാനതിനെക്കുറിച്ച് വിശദീകരിച്ചാൽ പോരെ? അപ്പോൾ പിന്നെ തെറ്റിദ്ധാരണ മാറില്ല. നിങ്ങൾ പിടിച്ചാടെ നിൽക്കല്ല. നിങ്ങൾ അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് പറയാൻ എന്നെ അനുവദിക്കും. ഞാൻ പറയാം. ഇതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൻ്റെ ഒരു ധാരണയില്ലാത്ത കാര്യം ഞാൻ സർക്കുലർ ഇറക്കാൻ പാടില്ലല്ലോ. ഇനി അങ്ങനെയാണ് ഞാൻ സർക്കുലർ ഇറക്കിയെങ്കിൽ എന്നെ തിരുത്താലോ? ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ വന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ സർക്കുലർ ഇറക്കി എന്നുള്ളത് ശരിയാണ്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്. കോഴിക്കോട് ജില്ല എടുത്ത് നോക്കിക്കോ. എത്ര വികസന പദ്ധതികളാണ് എൻ്റെ മണ്ഡലത്തിൽ, പേരാമ്പ്ര മണ്ഡലത്തിൽ 600 കോടിയിൽ പരം രൂപ കിഫ്ബി പദ്ധതിയിലൂടെ വിവിധ വികസനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതിൽ പകുതിയിലധികം വർക്ക് ചിലത് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ പ്രവൃത്തി നടന്നു വരികയോ ചെയ്യുന്നു. ബാക്കിയുള്ളത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സാങ്കേതിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ളത്. ഇതാണ് കേരളത്തിൻ്റെ പൊതുസ്ഥിതി. ഞാൻ ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലം ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇപ്പം കേരള വികസനത്തിൽ ബഡ്ജറ്റിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. എത്രയോ ഒരു ബഡ്ജറ്റിൻ്റെ ആകെ കാലാവധി 5 വർഷമാണല്ലോ വരുന്നത്. ഇത് 10, 15, 20, 25 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ 1, 2, 3 വർഷത്തിനകം പൂർത്തീകരിക്കാൻ കഴിയാവുന്ന നിലയാണ് കിഫ്ബി പദ്ധതിയുടെ ഉപയോഗത്തിലൂടെ വരുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ ഇൻഫ്രാസ്ട്രക്ചർ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന ഒരു സ്ഥാപനത്തെ സംരക്ഷിക്കണം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. കിഫ്ബിയുടെ കിഫ്ബി വഴി ഉണ്ടാക്കുന്ന പണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കടത്തിൻ്റെ ബാധ്യതയിൽപ്പെടുത്തുകയാണ്. അത് വരുമ്പോൾ ഇത് സ്വതന്ത്രമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കോടതിയുടെ മുമ്പിൽ പോലും ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് കിഫ്ബി ഇത്രയും വലിയ തുക ചെലവഴിക്കുമ്പോൾ വൻകിട പദ്ധതികളിലൂടെ വരുമാന മാർഗം കൂടി തേടണം. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത വിഷയം. അതിൽ ടോളോ മറ്റ് വിഷയങ്ങളൊന്നും പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല. പറയട്ടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ടോള് എന്ന് പറഞ്ഞത് നേരത്തെ ഒരു ആശയമാണത്. ആ ആശയത്തിലൊന്നും അവസാന തീരുമാനം എടുത്തില്ല. ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ധനസമാഹരണത്തിന് സഹായകരമായ നിലപാട് നയപരമായി എടുത്തു കഴിഞ്ഞാൽ അതെവിടെയെല്ലാം എങ്ങനെയെല്ലാം നടപ്പിലാക്കണമെന്നുള്ളത് പിന്നീട് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അത് ആ നിലയിലാണ് ഈ പ്രശ്നങ്ങൾ നമ്മളത് കൈകാര്യം. അതിൽ വേറെ വ്യാഖ്യാനം നടത്തി ദയവ് ചെയ്ത് ഈ നാടിൻ്റെ താല്പര്യങ്ങൾ തകർക്കുന്നതിന് ഇടവരുത്തരുത്. ഇതിൻ്റെ വസ്തുത ഇതാണ്. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ബാക്കി കാര്യം കൂടി പറയണ്ടേ? സാമ്പത്തികമായിട്ട് ഫണ്ട് കിട്ടുന്ന ടോള് പോലത്തെ സാധനങ്ങൾ ആവശ്യമായിട്ട് വരും. അങ്ങനെയാണല്ലോ ഫണ്ട് വരുന്നത്. അപ്പം ടോള് എന്ന് പറയുന്ന ഒരു സംവിധാനത്തോട് ഇടതു മുന്നണി എതിർപ്പില്ല എന്നാണോ സർക്കാർ? ഞാൻ എങ്ങനെ പറയുന്നത്? ടോള് പിരിക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. കിഫ്ബി വഴി വരുമാനം ആർജിക്കണം. അതിന് പല വഴികളും ഗവൺമെൻറ്റിന് തേടാം. അത് ഗവൺമെൻറ് അതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കേണ്ടത്. ഇനിയിപ്പം ഇതുവഴി ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുക. അത് നിങ്ങളിത് പറഞ്ഞല്ലോ, എൻ്റെ സർക്കുലർ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് സാധാരണ ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമല്ലേ അത്? അങ്ങനെയെങ്കിലും കാണണ്ട. അതിനെന്താ ഒരു ദോഷം? കിഫ്ബി വഴി വരുമാനം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താ തെറ്റ്? അല്ല, അതൊക്കെ വരട്ടെ എന്ന് വരുന്നതിന് അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിവരങ്ങളൊക്കെ ചിലർക്കൊക്കെ കിട്ടുന്നുണ്ടായേക്കാം.
പക്ഷെ ഞാനത് പറയാൻ തയ്യാറല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഓരോ പാർട്ടിയും പറയുന്ന അഭിപ്രായം എന്താണ്, യോഗത്തിലെ ചർച്ച എന്താണ് എന്ന് പറയുന്നത് ഒരു മാന്യതയല്ല. ഞാനതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിടുത്തെ ചർച്ചയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉള്ളടക്കത്തെ സംബന്ധിച്ചോ നിലപാടുകളെക്കുറിച്ചോ ഒരു പാർട്ടി, ഇത് വിവിധ പാർട്ടികൾ ചേർന്നൊരു സംവിധാനമാണ്, ആ നിലപാടുകളെക്കുറിച്ചോ പറയാൻ ഞാൻ സന്നദ്ധമല്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യം കൊടുത്ത നിലപാട് അവിടെ യോഗത്തിൽ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത നിലപാടാണ് ഞാനിവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതെ അതെ അതെ, അതിലൊന്നും ഇപ്പോൾ മാറ്റിയിട്ടില്ല, ഒന്ന് മാറ്റിയിട്ടില്ല. അത് ഗവൺമെൻറ്റാണ് ആലോചിക്കുന്നത്. എന്താണ് വരുമാനം, എങ്ങനെ വരുമാനം ഉണ്ടാക്കണം എന്നുള്ളത് വൻകിട പദ്ധതികളിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇവിടെ ഒരു 25 കോടിയോ അല്ലെങ്കിൽ ഒരു 10 കോടിയോ 50 കോടിൻ്റെ ഒന്നും പ്രശ്നമല്ല ഉയർന്നു വരുന്നത്. അതാണല്ലോ നമ്മളെ നാട്ടിൻ പുറത്തുള്ള സാധാരണ ആളുകളൊക്കെ ബാധിക്കുന്നത്. അങ്ങനെയൊന്നും ബാധിക്കാത്ത നിലയിൽ ഇതിൻ്റെ പഠനം നടക്കുകയാണ്. ആ പഠനം നടത്തിയതിന് ശേഷം എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിച്ചിട്ട് പറയാം.